കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ബജ്രംഗ് ദളിനെതിരെ പരാതി നൽകി. ബജ്രംഗ് ദൾ ജേതാവ് ജ്യോതി ശർമ്മ ഉൾപ്പെടെ 25 പേർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. നാരായൺപൂർ SP ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, ഈ പെൺകുട്ടികൾ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടല്ലോ. ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? വിശദ വിവരങ്ങൾ എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു, ഒപ്പം തന്നെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കി, തെറ്റായ മൊഴി നൽകാൻ നിർബന്ധിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കമലേശ്വരി പ്രധാൻ, ലളിത, സുക്മതി എന്നീ 3 യുവതികൾ, ആദിവാസി യുവതികളാണ്, നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. ഇവർ നാരായൺപൂരിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തി SP-ക്ക് പരാതി നൽകിയിരിക്കുന്നു. ഉടനെ തന്നെ നടപടി വേണമെന്ന ആവശ്യവും ഈ കുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവർ വന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയത് CPI നേതാക്കളുടെ സംരക്ഷണയിലാണ്. ഇന്നലെ നാരായൺപൂരിലെത്തിയ ഈ കുട്ടികൾ ആ സമയം മുതൽ CPIയുടെ സംരക്ഷണയിലായിരുന്നു. ഇന്ന് രാവിലെ CPI ഓഫീസിലേക്ക് എത്തി. അവിടെ നിന്ന് ഒരുമിച്ച് പരാതി നൽകാൻ പോവുകയായിരുന്നു. എന്തായാലും ഈ കുട്ടികൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മതപരിവർത്തനമൊന്നുമല്ല, ഞങ്ങൾ ജോലിക്ക് പോവുകയാണ് എന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ കൂടെയുള്ളത് കന്യാസ്ത്രീകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായ മാനസിക പീഡനത്തിന് വിധേയമാക്കി. ഒപ്പമുണ്ടായിരുന്ന 19 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചു. ഈ കന്യാസ്ത്രീകളോട് വളരെ മോശമായി പെരുമാറി. അതൊക്കെ കഴിഞ്ഞ അവസാനം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന അവസരത്തിലാണ് ഭയത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ 3 യുവതികളും പരാതിയുമായി രംഗത്ത് വരാൻ തീരുമാനിച്ചത്. ശരി അനൂപ, 3 യുവതികളും, കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന 3 യുവതികളും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.